Good morning, dear students. Today, let's discuss about water pollution, water purification and states of water. പ്രകൃതിയിൽ വസ്തുക്കൾ കാണപ്പെടുന്നത് പ്രധാനമായും മൂന്ന് അവസ്ഥയിലാണ്: സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാസ്. ജലത്തിന് ഈ മൂന്ന് അവസ്ഥയിലും സ്ഥിതി ചെയ്യാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. What are the three forms of water or three states of water? Solid state, ice, ഖരരൂപത്തിലുള്ള കട്ടിയുള്ള രൂപത്തിലുള്ള ജലത്തിന്റെ അവസ്ഥയാണ് ഐസ്. ലിക്വിഡ് സ്റ്റേറ്റ്, ദ്രാവക രൂപത്തിലുള്ള അതായത് ഒഴുകുന്ന രീതിയിലുള്ള അവസ്ഥയാണ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി വാട്ടറിന്റെ ഗ്യാസ് ഫോം, അതാണ് വാട്ടർ വേപ്പർ അഥവാ നീരാവി എന്ന് പറയുക. നമ്മൾ സാധാരണയായി നിത്യജീവിതത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള വെള്ളമാണ്. ഈ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? അത് നമുക്കൊന്ന് നോക്കാം. ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾക്ക് ഡെഫിനിറ്റ് വെയിറ്റ്, നിശ്ചിതമായ ഭാരം ഉണ്ടായിരിക്കും. നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ, അവയ്ക്ക് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം വേണം. അവയ്ക്ക് സ്ഥിതി ചെയ്യാനായിട്ട് ഒരു പ്ലേസ് ആവശ്യമാണ്. നോ ഡെഫിനിറ്റ് ഷേപ്പ്, ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾക്ക് കൃത്യമായ ഷേപ്പ്, ആകൃതി ഇല്ല. അവ ഏത് കണ്ടെയ്നറിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ അവ ഉൾക്കൊള്ളുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ജലത്തിന് ഉണ്ടാവുക. അതായത് ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, നൗ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് അറ്റ് പേജ് നമ്പർ 42. There is an activity for you. You can see the pictures of some vessels. You have to color the vessels which you use to store water. ചിത്രത്തിൽ തന്നിരിക്കുന്ന പാത്രങ്ങളിൽ ഏതൊക്കെയാണ് വെള്ളം സംഭരിച്ചു വെക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് നോക്കുക. അവയ്ക്ക് നിറം നൽകുക. Which vessel among those shown in the picture can contain maximum water? ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏത് വെസലിനാണ് കൂടുതൽ വെള്ളത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക? ചിത്രത്തിൽ തന്നിരിക്കുന്ന ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബക്കറ്റാണ്, അല്ലേ? വിച്ച് വെസൽ ക്യാൻ കണ്ടെയ്ൻ ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? ഏറ്റവും കുറവ് വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതാണ്? ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നതിൽ ഗ്ലാസ് ആണ് ഏറ്റവും കുറവ് വെള്ളത്തെ ഉൾക്കൊള്ളുക. മറ്റൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രോ in the environment diary pictures of other vessels in which you store water at home, then color them. വീട്ടിൽ വെള്ളം സംഭരിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കളുടെ അല്ലെങ്കിൽ പാത്രങ്ങളുടെ ചിത്രം വരയ്ക്കുക, അവയ്ക്ക് കളർ നൽകുക. ഓക്കെ, മോസ്റ്റ് ഓഫ് us depend on wells for drinking water. There are many reasons for the pollution of well water. Let's compare two pictures. നാം സാധാരണയായി കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കിണറുകളെയാണ്. എന്നാൽ എല്ലാ കിണറ്റിൽ നിന്നും ലഭിക്കുന്ന ജലം നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളവയാണോ, ശുദ്ധമാണോ? രണ്ട് ചിത്രങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഇതിലേത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കിണറിലെ ജലമായിരിക്കും കുടിക്കാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക? രണ്ടാമത്തെ കിണറ്റിൽ നിന്നുള്ള വെള്ളമായിരിക്കും നിങ്ങൾ കുടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക, അല്ലേ? എന്തുകൊണ്ടാണ്? യെസ്, ഇറ്റ് ഹാസ് എ വോൾ, അതിനൊരു ചുറ്റുമതിലുണ്ട്, ഒരു ഭിത്തിയുണ്ട്, അല്ലേ? ഇറ്റ് ഹാസ് എ കവറിംഗ് നെറ്റ്, അതിനൊരു
കിണർ ഒരു നെറ്റിട്ട് മൂടിയിട്ടുണ്ട്. ദ സറൗണ്ടിങ്സ് ആർ ക്ലീൻ. അതിൻ്റെ ചുറ്റുപാടും വൃത്തിയുള്ളതാണ്. ദ ബക്കറ്റ് ആൻഡ് ദ റോപ്പ് ആർ ക്ലീൻ. അതിൻ്റെ കയറും ആ തൊട്ടിയുമൊക്കെ വൃത്തിയുള്ളതാണ്. എന്നാൽ ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം കൃത്യമായ ഒരു മതിൽ അവിടെ ഇല്ല. കിണറിന്റെ സമീപത്ത് നിന്നൊരു സ്ത്രീ അലക്കുന്നുണ്ട്. ചപ്പ് ചവറുകൾ കിണറിന് സമീപത്തുണ്ട്. പക്ഷികൾ പരിസരത്ത് ഉണ്ട്. ഒട്ടും നല്ലതല്ലാത്ത ഒരു സാഹചര്യമാണ് ആദ്യത്തെ കിണറിന് ഉള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കിണറ്റിലെ വെള്ളം സുരക്ഷിതമായി വെക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കൊന്ന് നോക്കാം. ടു കീപ് ദ വെൽ വാട്ടർ ക്ലീൻ. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാം? കവർ ദ വെൽ വിത്ത് എ നെറ്റ്. ഒരു വല ഉപയോഗിച്ച് കിണർ മൂടുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സമീപത്തുള്ള മരങ്ങളിൽ നിന്ന് ഇലകളോ കായ്കളോ കിണറ്റിലേക്ക് വീഴാം. അത് മാത്രമല്ല, പക്ഷികൾ കൊത്തിക്കൊണ്ടുവരുന്ന ചില കായയുടെ അംശങ്ങളൊക്കെ ചിലപ്പോൾ കിണറ്റിനുള്ളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം നെറ്റിടുവാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കൺസ്ട്രക്ട് എ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് ഓൾ അറൗണ്ട് ദ വെൽ. ഒരു നല്ല ചുറ്റുമതിലുണ്ടെങ്കിൽ അപകടം ഉണ്ടാകുകയുമില്ല. മലിനജലം അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒഴുകി കിണറ്റിനുള്ളിലേക്ക് വീഴുകയില്ല. കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. കിണറിന്റെ ചുറ്റുപാടും ശുചിയാക്കി സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈച്ചയും കൊതുകുമൊക്കെ ഉള്ള ഒരു പരിസരമായി അത് മാറും. ഡോണ്ട് ബാത്ത് നിയർ ദ ബെൽ. വെല്ലിന് സമീപത്ത്, കിണറിന് സമീപത്ത് കുളിക്കരുത്. കുളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡിറ്റർജന്റ് അല്ലെ അഴുക്കുവെള്ളം കിണറ്റിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഡോണ്ട് വാഷ് ക്ലോത്ത്സ് നിയർ ദ വെൽ. കിണറിന് സമീപത്ത് തുണി അലക്കരുത്. ഡോണ്ട് അലൗ പൊല്യൂട്ടഡ് വാട്ടർ ടു സ്റ്റാഗ്നേറ്റ് നിയർ ദ വെൽ. സ്റ്റാഗ്നേറ്റ് ചെയ്യാൻ തന്നെ കെട്ടിക്കിടക്കുക. മലിനജലം കിണറിന് സമീപത്ത് കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. ഡോണ്ട് ഡിസ്പോസ് വേസ്റ്റ് നിയർ ദ വെൽ. കിണറിന് സമീപത്ത് ചപ്പ് ചവറുകൾ കുന്നുകൂട്ടി ഇടരുത്. ഡോണ്ട് കൺസ്ട്രക്ട് ദ സെപ്റ്റിക് ടാങ്ക് നിയർ ദ വെൽ. സെപ്റ്റിക് ടാങ്കുകൾ, അതായത് കക്കൂസ് കുഴികൾ കിണറിന് സമീപത്ത് കുഴിക്കരുത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ കിണറിനും ഈ രീതിയിലുള്ള സംരക്ഷണം നമ്മൾ കൊടുക്കണം. കുടിവെള്ളത്തിനായി നാം ഏറ്റവും ആശ്രയിക്കുന്ന കിണർ ജലം അഥവാ വെൽ വാട്ടർ പോലും പലപ്പോഴും മലിനമാക്കപ്പെടാം എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മങ്ങളായ രോഗാണുക്കളും ചിലപ്പോൾ കിണർ ജലത്തിൽ കലരുന്നുണ്ടാവാം. ശുദ്ധമായ, നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത വെള്ളം കുടിക്കുക നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. വെള്ളം ശുദ്ധീകരിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. നാം പൊതുവെ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ബോയിലിംഗ് ആണ്, തിളപ്പിക്കൽ. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാട്ടർ ബോട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകാറുണ്ട്, അല്ലേ? ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ. ഇതുപോലെ ജലം ശുദ്ധീകരിക്കുന്നതിന് ചില ഉപകരണങ്ങളും ലഭ്യമാണ്. അവയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് കോൾഡ് വാട്ടർ പ്യൂരിഫയർ? വാട്ടർ പ്യൂരിഫയർ ഈസ് എ ഡിവൈസ് ഫോർ പ്യൂരിഫൈയിങ് വാട്ടർ. പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്നാണ്. ജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ഉപകരണമാണ് വാട്ടർ പ്യൂരിഫയർ. ഇതെവിടെയെല്ലാം ഉപയോഗിക്കാറുണ്ട്? ഇൻ ഹൗസസ്, ഓഫീസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതുപോലെ തന്നെ നാം
സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്, അരിച്ചെടുക്കൽ. നമ്മുടെ കിണറ്റിലെ ജലം അതും മാസത്തിൽ ഒന്നെങ്കിലും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ പ്രളയത്തിനു ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകൾ വന്ന് ഇത്തരത്തിൽ നമ്മുടെ കിണറ്റിലെ വെള്ളത്തെ ശുദ്ധീകരിച്ച ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്താണ് കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ബ്ലീച്ചിങ് പൗഡറാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. 2 ആൾ പൊക്കത്തിൽ വെള്ളമുള്ള ഒരു കിണറ്റിലാണെങ്കിൽ ഒരു തീപ്പെട്ടി കൂടിനകത്ത് ഉൾക്കൊള്ളുന്ന അത്രയും ബ്ലീച്ചിങ് പൗഡർ ആവശ്യമാണ്. അതൊരു കപ്പിലെ വെള്ളത്തിൽ കലക്കിയിട്ട് ആ കപ്പിലെ വെള്ളം കിണറ്റിലേക്ക് ഒഴിക്കുക. ഒരു ബക്കറ്റിന്റെയോ തൊട്ടിയുടെയോ സഹായത്തോടെ കിണർ ജലം നന്നായിട്ട് ഇളക്കുക. അന്നേ ദിവസം ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. പിറ്റേന്ന് മുതൽ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാം. മഡ്ഡി വാട്ടർ അഥവാ ചെളിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു മാർഗം മുച്ചട്ടി അരിപ്പ. അതേക്കുറിച്ച് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. How 3-potted sieve or മുച്ചട്ടി അരിപ്പ can purify muddy water. എപ്രകാരമാണ് മുച്ചട്ടി അരിപ്പ മഡ്ഡി വാട്ടറിനെ ശുദ്ധീകരിക്കുന്നത്? ഒരു പരീക്ഷണമാണ്. അതിനാവശ്യമുള്ള വസ്തുക്കൾ: മഡ്ഡി വാട്ടർ, 3 clay pots, 3 മൺപാത്രങ്ങൾ, വാഷ്ഡ് ഗ്രേവൽ, സാൻഡ് ആൻഡ് ബേൺ കോക്കനട്ട് ഷെൽ ഫ്ലേക്സ്. കഴുകി വൃത്തിയാക്കിയ ചരൽ, മണൽ, ചിരട്ടക്കരി. ഇത് 3മാണ് ശുദ്ധീകരിക്കാനായിട്ട് പ്രധാനമായും ഉപയോഗിക്കുക. ഇനി മറ്റൊരു കാര്യം, ഒരു ക്ലീൻ വെസൽ വേണം. അതായത് ശുദ്ധീകരിക്കപ്പെട്ടു വരുന്ന വെള്ളത്തെ ശേഖരിക്കാനുള്ള പാത്രം, സ്റ്റാൻഡ്. സ്റ്റാൻഡ് ഈ 3 പാത്രങ്ങളെയും ക്ലേ പോട്ട്സിനെയും ക്രമീകരിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഇനി എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടേക്ക് 3 clay pots. 3 clay pots എടുക്കുക. പുട്ട് സ്മോൾ ഹോൾ അറ്റ് ദ ബോട്ടം. അതിൻ്റെ താഴ്വശത്തായിട്ട് നടുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക, ഒരു തുളയിടുക. അറേഞ്ച് ദ പോട്ട്സ് ഓൺ എ സ്റ്റാൻഡ്. അതിനുശേഷം ഇവയെ ഒരു സ്റ്റാൻഡിൽ ക്രമീകരിക്കുക. പുട്ട് വാഷ്ഡ് ഗ്രേവൽ ഇൻ ദ അപ്പർ മോസ്റ്റ് പോട്ട്. ഏറ്റവും മുകളിലത്തെ പാത്രത്തിൽ കഴുകിയ വൃത്തിയാക്കിയ ചരൽ അതിടുക. പുട്ട് വാഷ്ഡ് സാൻഡ് ഇൻ ദ മിഡിൽ പോട്ട്. കഴുകി വൃത്തിയാക്കിയ മണ്ണിൽ രണ്ടാമത്തെ, അതായത് നടുവിലുള്ള പാത്രത്തിലിടുക. പുട്ട് ബേൺ കോക്കനട്ട് ഷെൽ ഫ്ലേക്സ്. ചിരട്ടക്കരി അത് ഏറ്റവും താഴെയുള്ള പാത്രത്തിലിടുക. അതായത് 3 മൺപാത്രങ്ങൾ ഏറ്റവും താഴെയുള്ള മൺപാത്രത്തിലിടുക. അതിനുശേഷം pour muddy water in the uppermost pot. ഏറ്റവും മുകളിലുള്ള മൺപാത്രത്തിൽ മലിനജലം, അതായത് ചെളിവെള്ളം ഒഴിക്കുക. Keep a clean vessel under the 3-potted sieve to collect pure water. ശുദ്ധമായ ജലം ശേഖരിക്കുന്നതിന് വേണ്ടി ഏറ്റവും താഴെ ഈ 3 മൺപാത്രങ്ങളുടെ താഴെയായിട്ട് ഒരു നല്ല പാത്രവും വയ്ക്കുക. കുറച്ച് സമയത്തിന് ശേഷം തുള്ളി തുള്ളിയായിട്ട് ശുദ്ധജലം ഏറ്റവും താഴെയുള്ള ക്ലീൻ വെസലിൽ ശേഖരിക്കപ്പെടുന്നതായിട്ട് കാണാം. ഇനി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് മൺപാത്രങ്ങളുടെ കാര്യമാണ്. അതിനു പകരം ചിരട്ടയോ അല്ലെങ്കിൽ ഒരേപോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളോ കുപ്പികളോ ഒക്കെ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളോ ഉപയോഗിക്കാവുന്നവയാണ്. ഇനി നമ്മൾ ഇതിൽ നിന്നും എന്ത് കണ്ടെത്തുന്നു? വി വിൽ ഗെറ്റ് പ്യൂർ വാട്ടർ ഇൻ ദ കളക്ടിംഗ് വെസൽ. ആ ശേഖരിക്കപ്പെടുന്ന പാത്രത്തിൽ ശുദ്ധമായ ജലമായിരിക്കും നമുക്ക് ലഭിക്കുക. വാട്ടർ പാസിംഗ് ത്രൂ ദ 3 pots ഫിൽറ്റേഴ്സ് ദ മഡ്ഡി വാട്ടർ. മണൽ, ചരൽ,
ചിരട്ടക്കരി ഇവ മൂന്നിലൂടെ കടന്നുപോയ വെള്ളം മലിനജലത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. There are so much water in our earth. However, we can't drink seawater because it is salty. The water in the ponds and rivers was pure once. Today, all of them are getting polluted. നമുക്ക് ചുറ്റുപാടും ധാരാളം അരുവികളും നദികളും ഒക്കെയുണ്ട്. ഇവ ഒരു കാലത്ത് വളരെ ശുദ്ധമായ ജലം നമുക്ക് തരുന്നവയായിരുന്നു. പക്ഷെ ഇന്നവ മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ജലമലിനീകരണം? അതേക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. Look at these pictures. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ജലാശയത്തിൽ എണ്ണ കലർന്നിരിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി കൊണ്ടുപോയി വേസ്റ്റ് ജലാശയത്തിലേക്ക് ഇടുന്നു. ഫാക്ടറിയിൽ നിന്നും മലിനമായ ജലം പുറത്തേക്ക് ഒഴുകുന്നു. വീടുകളിലെയും കൃഷിസ്ഥലത്തു നിന്നുള്ള വെള്ളം ജലാശയത്തിലേക്ക് എത്തുന്നു. ഒരു ജലാശയത്തിന്റെ സമീപത്തിരുന്ന് ഒരു മനുഷ്യൻ കുളിക്കുന്നുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും അടിഞ്ഞു കിടക്കുന്നതായി കാണാം. ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യുന്ന വെള്ളം, ശേഖരിക്കുന്ന വെള്ളം എപ്പോഴും മലിനമായിരിക്കും. ജലമലിനീകരണം എന്നാൽ എന്താണ്? Water pollution is the contamination of water bodies usually as a result of human activities. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ജലാശയങ്ങൾ മലിനമാക്കപ്പെടുന്നതിനെയാണ് ജലമലിനീകരണമെന്ന് പറയുക. എപ്രകാരമെല്ലാമാണ് ഈ വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആക്കപ്പെടുന്നത്? Dumping waste from factories, hotels, market. ഫാക്ടറികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ചന്തയിൽ നിന്നുമൊക്കെയുള്ള വേസ്റ്റ് ജലാശയങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ, ഡിറ്റർജന്റ് ഓർ കെമിക്കൽ വേസ്റ്റ്, സോപ്പ് പോലെയുള്ള വസ്തുക്കൾ വെള്ളത്തിൽ കലരുമ്പോൾ, ഇംപ്രോപ്പർ സ്വീയേജ് ഡിസ്പോസൽ, അഴുക്കുചാലിൻ്റെ ശരിയായ രീതിയിലല്ലാത്ത പ്രവർത്തനം, ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാട്ടർ ബോഡീസിലേക്ക് വലിച്ചെറിയുന്നത്, മിക്സിംഗ് പോയിസൺ ഫോർ ക്യാച്ചിങ് ഫിഷ്, മീൻപിടുത്തത്തിന് വേണ്ടി വെള്ളത്തിൽ വിഷം കലർത്തുന്നത്, അതായത് തോട്ട പൊട്ടിക്കുക, അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതെല്ലാം വെള്ളത്തെ മലിനമാക്കുന്നുണ്ട്. യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതായത് കൃഷിസ്ഥലത്തിന് സമീപമുള്ള ജലാശയങ്ങളാണെങ്കിൽ കൃഷിസ്ഥലത്ത് അവിടെ കൃഷിക്ക് വേണ്ടി അടിക്കുന്ന, അവിടെയുള്ള പെസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി അടിക്കുന്ന പെസ്റ്റിസൈഡ്സ് വെള്ളത്തിൽ കലരാവുന്നതാണ്, സാധ്യതകളുണ്ട്. ഇതെല്ലാം ജലത്തെ മലിനമാക്കുകയാണ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വ്യാവസായിക ശാലകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, കൃഷിസ്ഥലങ്ങളിൽ നിന്ന്, ഇവിടെ നിന്നെല്ലാം ജലാശയങ്ങളിലേക്ക് പലരും മാലിന്യം ഒഴുക്കി വിടാറുണ്ട്. ഇവിടെ ഈ ചിത്രത്തിനകത്ത് വളരെ വിശദമായി കാണാം കൃഷിസ്ഥലത്തേതും വീടുകളിലേതും വ്യാവസായിക മേഖലയിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ സമീപത്തുള്ള ഒരു പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. ഈ ചിത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജലാശയങ്ങൾ നശിച്ചു പോകുന്നതിൻ്റെ വക്കിലാണ്. അവയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരം മലിനമാക്കപ്പെട്ട ജലമുള്ള
ജലാശയങ്ങളിൽ നിന്ന് നാം ജലം സ്വീകരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, പ്രകൃതിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതേപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ നാശം. ഡിസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ആനിമൽസ്. ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, അത് സസ്യങ്ങളാവാം ജന്തുക്കളാവാം, അവയുടെ എല്ലാം നാശം സംഭവിക്കുന്നു. നിങ്ങൾക്കറിയാം, ബോട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ കപ്പലിലെ ചില സമയത്ത് എണ്ണ ചോരുന്ന സമയത്തൊക്കെ വെള്ളത്തിലുള്ള ധാരാളം ജീവികൾ ചത്തുപൊന്തുന്നത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. സ്പ്രെഡിങ് ഓഫ് ഡിസീസ്. മലിനമായ ജലം കുടിക്കുന്നത് മൂലവും ഉപയോഗിക്കുന്നത് മൂലവും പലതരത്തിലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാറുണ്ട്. എപ്രകാരമാണ് നമുക്ക് ഈ ജലമലിനീകരണത്തെ തടയാനായിട്ട് സാധിക്കുക? നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഡോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കരുത്. ഫോളോ വാട്ടർ ലോസ്. ജലനിയമങ്ങൾ പാലിക്കുക. കൺട്രോൾ ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. കീടനാശിനികളുടെ ഉപയോഗം നിയന്ത്രിക്കുക. ഡിസ്പോസ് വേസ്റ്റ് പ്രോപ്പർലി. യഥാർത്ഥത്തിൽ എപ്രകാരമാണോ ഓരോ വേസ്റ്റും സംസ്കരിക്കേണ്ടത് അപ്രകാരം തന്നെ ചെയ്യുക. ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഈ വേസ്റ്റുമെല്ലാം സംസ്കരിക്കുന്നതിന് പ്രത്യേകമായ രീതികളുണ്ട്. അത്തരത്തിൽ അവ സംസ്കരിക്കുക. പ്ലാന്റ് ട്രീസ്. മരങ്ങൾ നട്ടുവളർത്തുക. അവോയ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് മാലിന്യം പരമാവധി ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ജലക്ഷാമം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കാം. വാട്ടർ സ്കേഴ്സിറ്റിയുടെ കോസസ്, അതായത് കാരണങ്ങൾ. ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. ജനസംഖ്യയുടെ വർധനവ്. ഡീഫോറസ്റ്റേഷൻ. വനനശീകരണം. ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം. ഓവർ യൂസ്. ജലത്തിൻ്റെ അമിതമായ ഉപയോഗം. വേസ്റ്റേജ് ഓഫ് വാട്ടർ. ജലം പാഴാക്കിക്കളയുക. ഇത്തരം കാര്യങ്ങൾ അമൂല്യമായ ജലത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. Okay, dear students, let's conclude the chapter. Water, the elixir of life. We can't live without water. The pollution of water bodies threatens the existence of organism. It's our duty to protect the water bodies. Remember, every water drop is precious. Thank you. Have a nice day.